ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോയിലാണ് ഞങ്ങളുടെ സഞ്ചാരം. അങ്ങനെ നമ്മളെ സ്വന്തം വടകര എത്തിയിട്ടുണ്ട് കേട്ടോ. വടകരയിൽ നിന്ന് എങ്ങോട്ടേക്കാ നോക്കാം. വടകര റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ട്രെയിൻ കയറിയാണ് യാത്ര. കുറച്ച് ലോങ് ആണ്. അവിടെ നല്ല ചൂട് ചായയും വടയും കഴിച്ചു. രാവിലെ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ ഈ പടിക്കെട്ടൊക്കെ കയറിയിട്ടാണ് അപ്പുറം പോയത്. കുഞ്ഞാവയുടെ സ്ഥിരം പരിപാടിയാണ് ട്രെയിൻ കണ്ട ടാറ്റ കൊടുക്കും. ആരും തന്നെ തിരിച്ചു പറഞ്ഞിട്ടില്ലെങ്കിലും അവൾക്ക് ഇത് സ്ഥിരം പരിപാടിയാണ്. തീവണ്ടി കയറിയാൽ ഓരോ സീനറിയും ഓരോ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന കാഴ്ചകൾ കണ്ട എപ്പോഴും ഞാൻ വീഡിയോ പകർത്തും. മെമ്മറി കാർഡ് ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ കാഴ്ച കണ്ട ഫോൺ എടുത്ത് വീഡിയോ പകർത്തുന്നതിൻ്റെ സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾ എവിടെയാണ് എത്തിയത് മനസ്സിലാവുന്നുണ്ടോ? കാസർഗോഡാണ് എത്തിയത്. ഞാൻ ആദ്യത്തെ പ്രാവശ്യമാണ് കേട്ടോ കാസർഗോഡുകാരുടെ ഭാഷയെല്ലാം നല്ല രസമാണെന്ന് എല്ലാവരും പറയാറുണ്ട്. നല്ല സ്പീഡാണെന്നും. ഇത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലാണ്. അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ നേരെ ബേക്കൽ കോട്ടയിലേക്ക് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടുത്തെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എന്തെല്ലോ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു അന്ന്. ഐസ്ക്രീമും കയ്യിൽ പിടിച്ചാണ് രണ്ടുപേരും ഉള്ളിലേക്ക് പോകുന്നത്. ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സും അവരുടെ ഫാമിലിയും എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു മാരേജ് ഫംഗ്ഷനാണ് പോയത്. തലേന്ന് തന്നെ എത്തിയത് കൊണ്ട് ഞങ്ങൾ ബേക്കൽ കോട്ട കറങ്ങാൻ തീരുമാനിച്ചു. മുഴുവൻ ചെങ്കല്ല് കൊണ്ടാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാവരും കവാടത്തിൻ്റെ മുമ്പിലെത്തി. ടിക്കറ്റ് കൊടുത്ത് ഉള്ളിലേക്ക് കയറണം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഉള്ളിലേക്ക് കയറി. കേരളത്തിലെ വലിയ കോട്ടയും ഏഷ്യൻ വൻകരയിലെ ഒരു പ്രധാന കോട്ടയുമാണിത്. അറബിക്കടലിൻ്റെ തീരത്തായി 35 ഏക്കറോളം പരന്നു കിടക്കുന്ന ഈ കോട്ട 17-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ പണി കഴിപ്പിച്ചതാണ്. ഈ കോട്ട നിർമ്മിച്ചത് ശിവപ്പ നായിക്കാണ്. ചെങ്കൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കോട്ട ഭൂരിഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. സമുദ്രതീരത്ത് വൻ കോട്ട മതിലുണ്ട്. ഇതിൽ ഇടയ്ക്കിടെ കൊത്തളങ്ങൾ തീർത്ത് ശക്തിപ്പെടുത്തിയിരിക്കുന്നു. ഇവയ്ക്ക് പുറമെ നിരീക്ഷണ ഗോപുരങ്ങൾ, ഭൂമിക്കടിയിൽ തുരങ്കങ്ങൾ എന്നിവയും കോട്ടയുടെ പ്രത്യേകതയാണ്. ശത്രുക്കൾ കടൽമാർഗത്തിലൂടെ വരുന്നുണ്ടോ എന്ന് നോക്കാൻ ഈ ചെറിയ തുരങ്കത്തോടെ ആയിരിക്കും അല്ലേ നോക്കിയിട്ടുണ്ടാവുക. അവിടെ ഇരുന്ന് ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തു. അതിമനോഹരമായ കാഴ്ച തന്നെയാണ് കേട്ടോ. പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ നേരിട്ട് കണ്ടാൽ അതിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കടൽ തീരത്തേക്ക് പോകാനാവും. കടൽ തീരത്തേക്ക് ഇവിടെ നിന്ന് വിടൂല കേട്ടോ. കടൽ തീരത്തേക്ക് പ്രവേശനമില്ലാന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അവിടെ ഗാർഡനുണ്ട്. അപ്പോൾ എല്ലാം ചുറ്റിക്കണ്ട് ക്ഷീണിച്ച് ഞങ്ങൾ പുറത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് വെള്ളവും ഉപ്പിലിട്ടതും ഒക്കെ കഴിച്ച് റൂമിലേക്ക് മടങ്ങി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ ബൈ.